മക്കളെ നന്നാക്കാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട്? നീ ഒരു സഹനത്തിനകത്തെത്തു. എന്ത് സഹനം? മക്കളെ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മക്കളോട് ഭയങ്കര സ്നേഹമാണ്. കർത്താവ് എന്താ വേദപുസ്തകത്തിൽ പറഞ്ഞു? എന്നേക്കാൾ കൂടുതലായിട്ട് മാതാപിതാക്കളെയോ മക്കളെയോ ഭർത്താവിനെയോ ഭാര്യയോ സ്നേഹിക്കരുത്. കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ സ്നേഹിച്ചാൽ ഈ സ്വർഗീയ അനുഗ്രഹത്തിന് കർത്താവിന് തരാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് എന്ത് പറയുന്നു? അപ്പോഴാണ് അനുസരണം കെട്ടൊരു മോൻ, അനുസരണം കെട്ടൊരു മകള്, ആകപ്പാടെ മാതാപിതാക്കളെ സങ്കടം. അപ്പോൾ ഈ അപ്പൻ ദൈവത്തോട് കരയാൻ തുടങ്ങി. കർത്താവ് എൻ്റെ മകൻ അനുസരിക്കുന്നില്ല, എൻ്റെ മകൾ അനുസരിക്കുന്നില്ല. ആദ്യം മാക്സിമം ശ്രമിക്കും, നന്നാക്കാൻ ശ്രമിക്കും, അടി കൊടുക്കാൻ ശ്രമിക്കും, വഴക്ക് പറയാൻ ശ്രമിക്കും. ഒരു രക്ഷയില്ല. അവസാനം ദൈവത്തോട് നിലവിളി, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛാ, ഒന്നും കേൾക്കണില്ല. എത്രയോ കേസുകൾ. അവസാനം പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തടുത്ത് വരുമ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലാവും, മോനെ നോക്കിയിട്ട് കാര്യമില്ല, മോളെ നോക്കിയിട്ട് കാര്യമില്ല, കർത്താവാണ് ഏക രക്ഷകൻ എന്നൊരു പോയിന്റിലേക്ക് ഈ അമ്മയെത്തും, ഈ അപ്പനെത്തും. അപ്പോൾ നിങ്ങൾ മക്കളിലെല്ലാം നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ദൈവത്തിലാവും. അപ്പോഴേ ഇവിടെ അനുഗ്രഹിക്കപ്പെടും. 1-ാം സ്ഥാനം മോനാണോ മകൾക്കാണോ, സകല മേഖല നിങ്ങളെ പരുവപ്പെടുത്തും. ദൈവത്തിൻ്റെ മക്കളായ ട്രാക്കിനകത്തേക്ക് തള്ളി കൊണ്ടുവരുന്നു. കഷ്ടത സഹിഷ്ണുതയിലേക്ക്, സഹനത്തിൽ ഒരു കൺട്രോളിനകത്തേക്ക് വചനം അനുസരിക്കുന്ന മക്കളായി ദൈവം മാറ്റിയെടുക്കുന്നു. ക്യാരക്ടർ, വിശുദ്ധിയുള്ള ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നു.